നമസ്കാരം. മെയ് 7-ന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യൻ ആക്രമണത്തിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനം തകർന്ന മുർദിഖെ പ്രദേശം പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു ചെറിയ നഗരമായ മുർദിഖയിലെ ഭീകര ക്യാമ്പിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരെ 2 പാകിസ്ഥാൻ മന്ത്രിമാർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളിലൂടെ പാകിസ്ഥാന്റെ തീവ്രവാദവും ഭീകരരോടുള്ള നയവും പരസ്യമായി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ മുർദിഖെ ലഷ്കർ-ഇ-തോയ്ബയുടെ ഭീകര കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും സാധാരണക്കാരുടെ ജീവൻ അപകടത്തിൽപ്പെടാതെ ചെറുത്തുനിന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 7-ന് പുലർച്ചെ പാകിസ്ഥാൻ, പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ മുർദിഖയിലെ മഖ്സ്-തൈബ, ജെയ്ഷെ-ഇ-മുഹമ്മദിന്റെ ബഹൽവാപൂർ താവളവും ഉൾപ്പെടുന്നുണ്ട്. ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചത്. ലഷ്കർ-ഇ-തോയ്ബയുടെ ഒരു ഭാഗമായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ജമ്മു കാശ്മീരിലെ കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാൻ ഫെഡറൽ വ്യവസായ ഉത്പാദന മന്ത്രി റാണ തൻവീർ ഹുസൈനും പഞ്ചാബ് ഭവന മന്ത്രി ബിലാൽ യാസിനും തിങ്കളാഴ്ച മുർദിഖയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചതായി പാകിസ്ഥാനിലെ ദി ന്യൂസ് ഇന്റർനാഷണൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സർക്കാർ സ്വന്തം ചെലവിൽ പ്രദേശം പുനർനിർമ്മിക്കുമെന്നും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്നാണ് ഹുസൈൻ പറഞ്ഞത്. ഓപ്പറേഷനിൽ തകർന്ന ഒരു പള്ളിയുടെ പുനർനിർമ്മാണത്തിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും വ്യക്തിപരമായി ധനസഹായം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞതായി പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീരമൃത്യു വരിച്ച സൈനികർക്ക് പാകിസ്ഥാൻ 10 മില്യൺ റിയാൽ നൽകുമെന്നും കൂടാതെ 10 മുതൽ 18 മില്യൺ വരെ പാകിസ്ഥാൻ നഷ്ടപരിഹാരമായി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 1 മില്യൺ പാകിസ്ഥാൻ റിയാൽ മുതൽ 2 മില്യൺ പാകിസ്ഥാൻ റിയാൽ വരെ ലഭിക്കും. അതേസമയം മതപരമായ സ്ഥലങ്ങൾ ആക്രമിച്ചുവെന്ന പാകിസ്ഥാന്റെ ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിക്കുകയാണ്. കഴിഞ്ഞ വാരാന്ത്യയിൽ മുർദിഖയിലെ തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാകിസ്ഥാൻ സൈനികരുടെയും പാകിസ്ഥാനിലെ പഞ്ചാബ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും പേരുകൾ ഇന്ത്യൻ സായുധ സേന പുറത്തുവിട്ടിട്ടുണ്ട്. മുർദിഖയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 പേരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് മസൂദ് അസറിന്റെ സഹോദരനും അമേരിക്ക ഭീകരനായി പ്രഖ്യാപിച്ചയാളുമായ ഹാഫിസ് അബ്ദുൾ റൌഫ് നേതൃത്വം നൽകി. നിരോധിത ജമാഅത്ത് ഉദ്വ അംഗങ്ങളും അതോടൊപ്പം തന്നെ സിവിൽ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പാകിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങളിലായി ഭീകരരുടെ ശവസംസ്കാര ചടങ്ങുകളുടെ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. നിരവധി പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത്. കൂടാതെ സ്കൈ ന്യൂസ്, ഫോറൻസിക് ആൻഡ് ഡേറ്റ ടീം, ടിക്ടോക്ക്, യൂട്യൂബ്, ഗൂഗിൾ എന്നിവ മഖ്സ്-തൈബയുടെ നിരവധി ദൃശ്യങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചു. LETയെ പിന്തുണച്ചും പാകിസ്ഥാനിലെ അൽ-ഖ്വയ്ദയുടെ സൈനിക വിഭാഗമായ 313 ബ്രിഗേഡിനെ പരാമർശിക്കുന്നതുമായ 313 വീഡിയോകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഷെയ്ഖ്പുര ജില്ലയിലെ മുർദിഖയിലുള്ള മഖ്സ്-തൈബ ഹാഫിസ് സയ്യിദിന്റെ ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ ആസ്ഥാനമാണ്. മുർദിഖയിലെ നംഗൽ സഹ്ദാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ സമുച്ചയം 82 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. അതിൽ ആയുധം, അതോടൊപ്പം തന്നെ ശാരീരിക പരിശീലന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ലഷ്കർ-ഇ-തോയ്ബയുടെ മാതൃസംഘടനയായ മഖ്സ്-ഇ-ദഅ്വ ഇർഷാദയുടെ ആസ്ഥാനമായി 2000-ലാണ് മഖ്സ്-ഇ-തോയ്ബ അഥവാ തൈബ സെന്റർ സ്ഥാപിതമായത്. സ്കൂളുകൾ, പള്ളികൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകൾ എന്നിവ മഖ്സ്-ഇ-തോയ്ബയുടെ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. 2000-ൽ ഈ സമുച്ചയത്തിൽ ഒരു പള്ളിയും ഗസ്റ്റ് ഹൗസും നിർമ്മിക്കുന്നതിന് ഫണ്ട് നൽകിയ ഒസാമ ബിൻ ലാദനുമായി ഈ കേന്ദ്രത്തിന് ബന്ധമുണ്ട്. 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിലെ കുറ്റവാളിയായ അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർക്ക് ദൗറ-ഇ-റുബ്ബത്ത് ലഭിച്ചത് ഈ കേന്ദ്രത്തിൽ നിന്നാണ്. മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും താവൂർ ഹുസൈൻ റാണയും സഹായ ഗൂഢാലോചനക്കാരായ അബ്ദുൾ റഹ്മാൻ സയ്യിദും ഹാറൂൺ ഹുറം എന്നിവരും മുർദിഖയെ സന്ദർശിച്ചിരുന്നു. ലഷ്കർ-ഇ-തോയ്ബയുടെ സ്ഥാപകൻ ഹാഫിസ് സയ്യിദും സാക്കി ഉർ റഹ്മാൻ ലിഖയെ പോലുള്ള അദ്ദേഹത്തിന്റെ സംഘടനയിലെ മറ്റു തീവ്രവാദികളും ഈ കേന്ദ്രത്തിൽ താമസമുണ്ട്. മുർദിഖെ എന്ന ഭീകര കേന്ദ്രത്തിൽ നിന്നും കാശ്മീരിലേക്ക് മാത്രമല്ല ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ഭീകര പ്രവർത്തനങ്ങൾക്കായി ഭീകരരെ അയക്കുന്നതായി ഇന്ത്യൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതോടെ ഭീകരവാദവുമായി പാകിസ്ഥാന്റെ ബന്ധമാണ് പരസ്യമായി വെളിച്ചത്ത് വന്നത്. ഇന്ത്യ തകർത്തെറിഞ്ഞ ഭീകരവാദ ക്യാമ്പായ മുർദിഖയെ വീണ്ടും പുനർജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാ സാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.